ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവവിളിയുടെ ആത്മീയത ധ്യാനിക്കാം. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ വിളിക്കപ്പെട്ടവരാണ്. വിളിയുടെ ആഴവും അർത്ഥവും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഇന്ന് ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ക്രിസ്തു ഈ വിളിയുടെ വ്യത്യസ്തമായ ഒരു ഭാവവും അനുഭവവും നൽകുകയാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശരായിരുന്ന ശിഷ്യന്മാരെ ക്രിസ്തു കൃപയുടെ വചസ്സുകൾ പഠിപ്പിച്ചു. അതിനുശേഷം അവരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ പടവിൻ്റെ വലതുവശത്ത് വലയിറക്കുക, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തു പറഞ്ഞതുപോലെ അവർ ചെയ്തു. അവർക്ക് അത്ഭുതകരമായ മീൻപിടുത്തം ലഭിച്ചു. അവർക്ക് സമൃദ്ധി ഉണ്ടായി. ആ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് ക്രിസ്തു അവരോട് ആവശ്യപ്പെടുന്നത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ക്രിസ്തു ശിഷ്യൻ്റെ ദൗത്യമാണ് ക്രിസ്തു അവരോട് ആവശ്യപ്പെടുക. ഭൂമിയിൽ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാകാൻ, അവൻ്റെ കൃപയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവം എന്ന നിത്യസത്യത്തിലേക്ക് അവരുടെ ജീവിതത്തെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ ബന്ധങ്ങളെ അടുപ്പിക്കുവാൻ സാധ്യമാവുക തന്നെ ചെയ്യണം. ഈ ലോകത്ത് അലിഞ്ഞു പോകുന്നത് മനസ്സും മണ്ണും മാത്രമാണ്. ഓർക്കണം, ഈ ഭൂമിയിൽ ആരോടെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ സങ്കടവും വേദനയും ഇറക്കി വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആശ്വാസമുണ്ടാവുക. ഒത്തിരി ഭാരപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മെ കേൾക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, നമുക്ക് സാന്ത്വനത്തിൻ്റെ സുവിശേഷം പറഞ്ഞു തരുവാൻ ആരെങ്കിലും ആവശ്യമുണ്ട്. അപ്രകാരമുള്ള ഒരു നന്മയുടെ തിരഞ്ഞെടുപ്പാണ് ക്രിസ്തു നൽകുന്ന ഈ കൃപയുടെ വിളി. നമുക്കും മറ്റുള്ളവരോട് സ്നേഹത്തോടെ, സാന്ത്വനത്തോടെ ഇടപെടുവാൻ, സംസാരിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ സങ്കടക്കടലിൽ കൂടെ നിൽക്കാൻ കഴിയുന്നത് വലിയ അനുഗ്രഹമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ വിളിയുടെ പ്രത്യേകത എന്തെന്നോ, നാം വ്യത്യസ്തരായി ജീവിക്കുവാൻ കടപ്പെട്ടവർ കൂടിയാണ്. വിളിച്ചവൻ വിശ്വസ്തനാകയാൽ അവൻ്റെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ അവൻ്റെ വചനസാക്ഷിയായി ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം കുറച്ചുകൂടി സ്നേഹത്തോടെ ക്രിസ്തു സാക്ഷ്യമായി തീരുവാനും, കാണുന്നവരോടെല്ലാം അവൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം പറയുവാനും സാധ്യമാകണം. ക്രിസ്തു ഭൂമിയെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ സുവിശേഷം എന്തെന്നോ, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ക്രിസ്തുവിൻ്റെ സുവിശേഷം സാന്ത്വനത്തിൻ്റെ സുവിശേഷമാണ്. അതൊരു സത്വാർത്തയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളിലും പാപബന്ധനങ്ങളിലും നമുക്ക് സാന്ത്വനമാണ്. ഈ കാലഘട്ടത്തിൽ ആ സാന്ത്വനത്തിൻ്റെ സുവിശേഷമാണ് നാം പങ്കുവയ്ക്കേണ്ടത്. മനുഷ്യരെ പിടിക്കുക എന്നതും ഇതുതന്നെയാണ് അർത്ഥമാക്കുക. അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാനുഷിക നന്മകൾ നഷ്ടമായി, സഹോദര സ്നേഹത്തിൻ്റെ ബലങ്ങൾ നഷ്ടമായി, പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും വഴിയിൽ ജീവിച്ചു പോകുന്നവരെ യഥാർത്ഥ മനുഷ്യരാക്കി മാറ്റുക. യഥാർത്ഥ മനുഷ്യരാരാണ്? ക്രിസ്തു കാണിച്ചു തന്ന ജീവൻ്റെ മാർഗമാണ് മനുഷ്യസ്നേഹത്തിൻ്റെ മാർഗം. നോക്കൂ, ഇതാ മനുഷ്യൻ എന്നാണ് പീലാത്തോസ് യേശുവിനെ ബന്ധനസ്ഥനാക്കി പ്രത്തോറിയത്തിൽ കയറ്റി നിർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത്. ഇതാണ് മനുഷ്യൻ, ഇങ്ങനെ ആയിരിക്കണം മനുഷ്യൻ. ക്ഷമിക്കുന്ന, കരുണ കാണിക്കുന്ന, തന്നെ കുറ്റപ്പെടുത്തുന്നവരെ, വിധിക്കുന്നവരെ തിരികെ വിധിക്കാത്ത, തന്നെ പ്രഹരിക്കുന്നവരെ തിരികെ പ്രഹരിക്കാതെ, തന്നെ ശപിക്കുന്നവരെ തിരികെ ശപിക്കാതെ, കരുണയോടെ അവരെ നോക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. നോക്കൂ, ഇതാ മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ സ്നേഹമാണ് സുവിശേഷമായി ഭൂമി ഉള്ളിടത്തോളം കാലം നാം പകരുകയും പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടത്. ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ പകരപ്പെടട്ടെ. അപ്പോൾ മനുഷ്യഹൃദയങ്ങളെ വീണ്ടെടുക്കുന്ന, അഥവാ മനുഷ്യരെ നേടുന്ന, മനുഷ്യരെ പിടിക്കുന്നവരായി നാമും രൂപാന്തരപ്പെടും. നമുക്കും തീക്ഷ്ണം നിറഞ്ഞ സ്നേഹത്തോടെ ക്രിസ്തു സാക്ഷികളാകാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.